അങ്ങനെ ഞങ്ങളുടെ റഷ്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ച് ദുബായിലേക്ക് പോവാണ്. ലോകത്തിലെ വിവിധ ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളും ഓരോ എയർപോർട്ട് വിശേഷങ്ങളും എയർപോർട്ട് ലോഞ്ചിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളും കാണാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കല്ലേ. ഞങ്ങൾ ട്രാവൽ ചെയ്തത് എയറോഫ്ലോട്ട് എയർലൈൻസിന്റെ ബോയിങ് 777-300ERലായിരുന്നു. മോസ്കോന്ന് ദുബായിലേക്ക് 5.5 മണിക്കൂറാണ് ട്രാവൽ. ബ്രേക്ക്ഫാസ്റ്റിന് ഏട്ടൻ ചൂസ് ചെയ്തത് പാൻകേക്ക് ആണ്. ഞങ്ങൾ ട്രാവൽ ചെയ്തത് ഒരു വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച ഞാൻ നോൺ വെജ് കഴിക്കാറില്ല, അതുകൊണ്ട് മെയിൻ കോഴ്സ് ആയിട്ട് ഞാൻ മില്ലറ്റിന്റെ കഞ്ഞിയാണ് സെലക്ട് ചെയ്തത്. പിന്നെ ക്രസോൺ ഉണ്ടായിരുന്നു. പിന്നെ സ്നാക്കായി ബോയിൽഡ് എഗ്ഗും ചീസും ബീഫും ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ട് ആയിട്ട് ചോക്ലേറ്റും പ്ലെയിൻ യോഗേർട്ടും ഉണ്ടായിരുന്നു. പിന്നെ ക്രൊസോന്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ ജാമും ബട്ടറും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിനാണ് ഫ്ലൈറ്റിൽ വെജ് ഓപ്ഷൻ കിട്ടിയത്. സാധാരണ ഇന്ത്യയുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ വെജ് ഓപ്ഷൻ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കഞ്ഞിയുടെ മേലെ ഡ്രൈഡ് ആപ്രിക്കോട്ട് ആണ്, അതുകൊണ്ട് ചെറിയ മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചീസാണ് ടേസ്റ്റ് ചെയ്ത്, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ബട്ടർ കട്ടി ആയതുകൊണ്ട് അതിനെ മെൽറ്റ് ചെയ്യാൻ ചൂടുള്ള കഞ്ഞിയുടെ താഴെ വെച്ചിരിക്കണതാണ് നിങ്ങളെ കാണുന്നത്. ക്രൊസോൺ ബട്ടറിന്റെ കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. എനിക്ക് കിട്ടിയത് അൺസോൾട്ടഡ് ബട്ടർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ സോൾട്ട് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് യോഗേർട്ടും ചോക്ലേറ്റും ഞാൻ പാക്ക് ചെയ്തു. കുറെ കഴിഞ്ഞ് ഏട്ടനൊരു കാപ്പിയും ഞാനൊരു ചായയും ഓർഡർ ചെയ്തു. സത്യം പറഞ്ഞാൽ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അത് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചായയും കാപ്പിയുടെയും ടേസ്റ്റ് ഒന്നും ഒരു രാജ്യത്ത് പോലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആപ്പിൾ ജ്യൂസും കുടിച്ചു, പക്ഷെ ആ വീഡിയോ എൻ്റെ കയ്യിൽ കാണാനില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.